ഇന്നലെ നിന്നെ കാണാതായപ്പോൾ ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ആ കുട്ടിയെ ഫോൺ എടുത്തത്. ആ കുട്ടി കരയായിരുന്നു. എന്നോട് കാര്യങ്ങളൊക്കെ ആ കുട്ടി പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ സെക്യൂരിറ്റി വിവരം അറിയിച്ചു. അയാൾ വന്ന് വാതിൽ തുറന്നപ്പോൾ നിനക്ക് ബോധമില്ലായിരുന്നു. അയാൾ ആ കുട്ടിയും കൂടി ചേർന്നാണ് നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്നിട്ട് അതിഥി എവിടെ മുത്തച്ഛ? ആ കുട്ടി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാനാ അതിനെ നിർബന്ധിച്ചയച്ചത്. നിൻ്റെ ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു. അതാണ് ബോധം പോയത്. അതൊക്കെ പോട്ടെ, ഏതാ കുട്ടി? മുത്തച്ഛൻ അറിയും അവളുടെ അച്ഛനെ, മിസ്റ്റർ കൃഷ്ണമൂർത്തി. അയാളുടെ ഒരേയൊരു മകൾ അതിഥി കൃഷ്ണമൂർത്തി. മോനെ, ഒക്കെ അറിഞ്ഞുകൊണ്ട് നീ. ആ കുട്ടി ഒരു പാവാണല്ലോടാ. അവളുടെ അച്ഛൻ നമ്മുടെ കുടുംബത്തോട് ചെയ്തത് മറന്നോ മുത്തച്ഛൻ? മോനെ, മുത്തച്ഛനെ എതിർക്കരുത്. നീ വെറും പ്രതികാരത്തിന് വേണ്ടിയാണോ? ആ മോളോട് നിനക്കൊരു തരി പോലും ഇഷ്ടമല്ലേ? എനിക്കറിയില്ല മുത്തച്ഛ. അപ്പോഴും ഡോറിലൊരു മുട്ടൽ കേട്ടു. ഡോർ തുറന്നു. അതിഥി അകത്ത് വന്നു. ആ, മോളിത്ര പെട്ടെന്ന് വന്നോ? അതിഥി അതിന് ഒന്ന് പുഞ്ചിരി മാത്രമേ കൊടുത്തുള്ളൂ. എന്നിട്ടവൾ അരുണിനെയും അവൻ്റെ മുറിവ് പറ്റിയ കയ്യിലേക്കും ഒന്ന് നോക്കി. മുത്തച്ഛ, ഡോക്ടർ വന്നിരുന്നോ? ആ മോളെ, ഡോക്ടർ വന്നു. ഇവനിപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. മോൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോള് കുറച്ച് സമയം ഇവിടെ ഇരിക്കുമോ? മുത്തച്ഛൻ ഒന്ന് ഓഫീസിൽ പോയിട്ട് വരാം. ഇവനിന്ന് അങ്ങോട്ട് പോവാത്തതുകൊണ്ട് ഒരുപാട് ഫയൽസ് നോക്കാനുണ്ട്. ശരി മുത്തച്ഛ. മുത്തച്ഛ പോയിട്ട് വാ. ശരി മോനെ, മുത്തച്ഛ ഓഫീസിൽ പോയിട്ട് വരാം. ശരി മുത്തച്ഛ. അതും പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പം എങ്ങനെയുണ്ട്? നല്ല വേദനയുണ്ടോ? കുറവുണ്ട്. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? അതോ എനിക്കായിട്ട് നീ ഇന്ന് ലീവ് എടുത്തോ? ഞാൻ ലീവ് എടുത്തിട്ടൊന്നുമില്ല. എനിക്ക് പോകണം, ക്ലാസ് ഉണ്ട്. അതെ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. എന്താ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു കോളേജ് ടൈം പാസ്സല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ റിയലി വോണ്ട് ടു മാരി യു. അതും പറഞ്ഞ അരുൺ എഴുന്നേൽക്കാനാഞ്ഞപ്പോൾ അവൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അതിഥി അവനെ താങ്ങി പിടിച്ചു. അരുൺ, ശ്രദ്ധിക്കേണ്ടതൊക്കെ. നീ ഇപ്പം എന്തിനാ എഴുന്നേൽക്കുന്നത്? എന്നും പറഞ്ഞ് അതിഥി അരുണിനെ നോക്കിയതും രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തു. അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിൽ നിന്നും അരുണിൻ്റെ നോട്ടം എത്തി നിന്നത് അവളുടെ ചുവന്ന തൊടുത്താതരങ്ങളിലാണ്. അവൻ്റെ നോട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്നറിഞ്ഞ അതിഥി ഒന്ന് വിറകൊണ്ടു. അരുൺ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഡോറിലൊരു മുട്ടൽ കേട്ടത്. രണ്ടുപേരും ഞെട്ടി പെട്ടെന്ന് തന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുന്നു. അപ്പോഴാണ് ഡോർ തുറന്നു വരുന്ന മുത്തച്ഛനെ കണ്ടത്. മുത്തച്ഛൻ്റെ മുഖത്ത് കള്ളച്ചിരി കണ്ടാലറിയാം മുത്തച്ഛൻ എന്തോ കണ്ടെന്ന്. മുത്തച്ഛ, ഞാൻ പൊയ്ക്കോട്ടെ എന്നാ? എന്താ മോളെത്ര തിരക്ക്? അതല്ല മുത്തച്ഛ, എനിക്ക് ക്ലാസ്സിൽ പോകണം, അതുകൊണ്ടാണ്. ആ ശരി മോളെ, എന്നാൽ മോള് പൊയ്ക്കോ. അത് കേട്ടതും അരുണിൻ്റെ മുഖം ഒന്ന് വീർത്തു. അതിഥി പോയതിന് ശേഷം, എന്താടാ മുഖം കടന്നെല്ല് കുത്തിയ പോലെ ഇരിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല, മുത്തച്ഛന് വെറുതെ തോന്നുന്നതാ. അവനത് പറഞ്ഞതും ആ വൃദ്ധൻ്റെ മുഖത്ത് പുഞ്ചിരി മുട്ടിട്ടു. ശേഷം കുറേ മണിക്കൂർ മുൻപ് നടന്ന സംഭവത്തിലേക്ക് അയാളുടെ ചിന്തകൾ പോയി. സാർ, അരുണിൻ്റെ അപ്പയും അമ്മയൊക്കെ മോളവൻ്റെ ഫ്രണ്ടല്ലേ? അപ്പോൾ മോൾക്ക് അവൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലേ? അത് അതിഥി ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. ഓഹോ, അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. മോളെ, അരുണിനെ അറിഞ്ഞിടത്തോളം അവനങ്ങനെ ആരുടെയും പുറകെ നടന്നിട്ടില്ല. ആരോടും ഇഷ്ടമുള്ളതായും ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്നോടങ്ങനെയൊക്കെ പെരുമാറണമെന്നുണ്ടെങ്കിൽ അവൻ നിന്നെ അവൻ്റെ പെണ്ണായി കാണുന്നത് കൊണ്ടാണ്. മുത്തച്ഛ, അതിന് എനിക്ക് മനസ്സിലാവും മോളുടെ പേടി. കോളേജിൽ അടിപിടി ഉണ്ടാക്കുകയും ഇതുപോലെ നിന്നോട് ഡോമിനേറ്റായി പെരുമാറുകയും ചെയ്യുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ മോൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കോളേജിലുണ്ടായ അടിപിടി അത് ആ റോയ് ഒരു പെൺകുട്ടിയോട് റാഗിങ് എന്ന പേരിൽ അപമര്യാദയെ പെരുമാറിയത് കൊണ്ടാണ്. അല്ലാതെ അവൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതല്ല. അയാളത് പറഞ്ഞതും അതിഥി ചിന്തയിലാണ്ടു. അപ്പോൾ ആ വൃദ്ധൻ മനസ്സിൽ ചിന്തിച്ചു, അവനെ മാറ്റാൻ നിനക്കേ കഴിയൂ. അവന് നിന്നോടുള്ള ഇഷ്ടം അത് ഞാൻ അവൻ്റെ കണ്ണിൽ കണ്ടതാണ്. നീ അവൻ്റെ ജീവിതത്തിൽ ചെല്ലുമ്പോൾ പ്രതികാരമൊക്കെ അവൻ താനേ മറന്നോളൂ. അതും ചിന്തിച്ച് അയാൾ പുഞ്ചിരി തൂക്കി. എന്താ മുത്തച്ഛ ചിരിക്കുന്നത്? ചിന്തയിൽ നിന്നും പുറത്തു വന്നതും അതിഥി ചോദിച്ചു. ഒന്നുമില്ല മോളെ, മോള് വീട്ടിൽ പോയി ഫ്രഷായി വാ. ഇനി മുത്തച്ഛ ഉണ്ടല്ലോ ഇവിടെ. മുത്തച്ഛ, അതിന് ഡോക്ടർ വന്നിട്ടില്ല. അത് സാരമില്ല, ഞാനുണ്ടല്ലോ. മോള് പോയിട്ട് വാ. മോളുടെ മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട്. ശരി മുത്തച്ഛ, എന്നാൽ ഞാൻ പോയിട്ട് ഫ്രഷായിട്ട് വരാം. ശരി മോളെ. അയാൾ പുഞ്ചിരി തൂക്കി നിൽക്കുന്നത് കണ്ട അരുൺ, എന്താ മുത്തച്ഛ, എന്തു പറ്റി? വല്ല മുത്തശ്ശി ഉള്ളിൽ കയറി കൂടിയോ? ഒന്ന് പോടാ, നീ എന്നെ തല്ല് വാങ്ങും കേട്ടോ. ശേഷം അന്ന് വൈകിട്ട് തന്നെ അരുണിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു.
അവർ വർമ്മ മാൻഷനിൽ എത്തിച്ചേർന്നു. പിറ്റേന്ന് അതിഥി കോളേജ് ഗ്രൗണ്ടിലൂടെ വരികയായിരുന്നു. പെട്ടെന്നാണ് റിയ ഗാങ് അവളെ വളഞ്ഞത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അരുണിനെ ആ റൂമിൽ നിൻ്റെ കൂടെ ലോക്ക് ചെയ്ത് വെക്കും? മാത്രമല്ല അവൻ്റെ കയ്യിൽ മുറിവുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു നിൻ്റെ ഉദ്ദേശം? അല്ല, നിന്നെ കാണുമ്പോഴേക്കും അങ്ങേര് നിൻ്റെ പുറകെ വരുമെന്ന് കരുതിയോ? അതോ? അത് പറഞ്ഞപ്പോഴേക്കും അവിടെ ഒരു ഉച്ചയുയർന്നു. റിയ! ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാ കുട്ടികളും തിരിഞ്ഞു നോക്കി. വിനയ് സാറല്ലേ അത്? ഈ കോളേജിൽ റാഗിങ് അനുവദനീയമല്ല എന്നറിയില്ലേ റിയയ്ക്ക്? ഇതാണ് വിനയ് നമ്പ്യാർ, അതിഥിയുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ്. ഫാമിലി ഫ്രണ്ട്. അത് പിന്നെ സർ, ഞാൻ ഈ കുട്ടിയോട് ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയായിരുന്നു. ആ മതി, എല്ലാവരും വേഗം ക്ലാസ്സിൽ പോകാൻ നോക്ക്. എല്ലാവരും പിരിഞ്ഞുപോയി. വിനയ് അതിഥിയെ നോക്കി. അതിഥി ഓക്കെ അല്ലേ? യെസ് വിനയ്. അല്ല വിനയ് സർ. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടടോ, താൻ വിനയ് എന്ന് വിളിച്ചോളൂ. അയ്യോ വേണ്ട, ഞാനും സാറിന് തന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനൊരു പുഞ്ചിരി സമ്മാനിക്കുന്നു. പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി, അതിഥി. അത് കേട്ടതും അവൾ പുറകിലോട്ട് നോക്കി. അപ്പോൾ കണ്ടു ദേഷ്യത്താൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണിനെ. അരുൺ കാറ്റുപോലെ വന്ന് അതിഥിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു അവളെയും കൊണ്ട് ആളൊഴിഞ്ഞ ക്ലാസ് റൂമിൽ കയറി കഥ കടച്ചു. അരുൺ വിട്, കൈ വേദനിക്കുന്നു. എന്നിട്ടും അവൻ അത് കേട്ട ഭാവം പോലും നടിക്കാതെ അവളുടെ കൈ മുറുകെ അമർത്തിക്കൊണ്ടിരുന്നു. പിന്നീട് അവളുടെ അനക്കമൊന്നുമില്ലാതായതും അരുൺ അവളുടെ കയ്യിലെ പിടിയൊന്നയച്ചു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് അവളുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ഒഴുകുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും അവൻ വല്ലാതെയായി. അവൻ അവളെ പുറകിൽ നിന്നും വരിഞ്ഞ് അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ശേഷം അവൻ്റെ കൈകൾ കഴുത്തിലമർത്തി മുഖമുയർത്തി അവളുടെ ഒഴുകിവരുന്ന കണ്ണുനീർ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. ഒരു നിമിഷം സർവം നിശ്ചലമായ പോലെ തോന്നി അവൾക്ക്. അവൾക്കത് വിശ്വസിക്കാനായില്ല. അവൾ പ്രതികരിക്കാനാവാതെ അങ്ങനെ തന്നെ നിന്നു. ശേഷം അവൻ്റെ നോട്ടം അവളുടെ അധരങ്ങളിലെത്തി നിന്നു. അവൻ അവളുടെ അധരങ്ങൾ നുകരാനൊരുങ്ങിയതും, അരുൺ വേണ്ട, അച്ചു ഇനിയും നിനക്കെന്നെ തടയണം. വികാരഭരിതമായ അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾക്ക് പിന്നീടൊന്നും പറയാൻ തോന്നിയില്ല. അവൻ്റെ അധരങ്ങൾ പതിയെ അവളുടെ അധരങ്ങളുമായി കൊരുത്തു. ആ ചുംബനം അവളുടെ കീഴ്ചുണ്ടിൽ നിന്നും മേൽചുണ്ടിലെത്തി നിന്നു. അവൻ അവയെ വലിച്ചു നുണയാൻ തുടങ്ങി. അവളുടെ കൈകൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ശ്വാസം വിലങ്ങും എന്ന് തോന്നിയപ്പോൾ അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൾ ആഞ്ഞു ശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് നിന്നു.